Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ വൊക്കാബുലറി സീരീസിൽ ഒരു പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ വേർഡ്സ് എല്ലാം സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഡിഫോൾഗ അല്ലെങ്കിൽ ദി കോൺസിക്വൻസ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൻ്റെ പാർശ്വഫലം അല്ലെങ്കിൽ കോൺസിക്വൻസ്. അപ്പോൾ ഇംഗ്ലീഷിൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് ഇവിടെ സ്പെല്ലിംഗ് മാറ്റി ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പം ഡിഫോൾഗ അല്ലെങ്കിൽ ദി കോൺസിക്വൻസ്. ദി ഔസ്വെർക്കുങ് എന്ന് വെച്ചാൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എഫക്റ്റ്. ഡെർ ഷാഡൻ എന്ന് വെച്ചാൽ ഡാമേജ്. ഇത് നൗണാണ്, അതുകൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ചേർത്തേക്കുന്നത്. ഇത് വേർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഷാഡൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാം. ഷാഡൻ ടു ഹാം അല്ലെങ്കിൽ ഡാമേജ്. സെസ്റ്റോറിൻ എന്ന് വെച്ചാൽ ടു ഡിസ്ട്രോയ് അല്ലെങ്കിൽ നശിപ്പിക്കുക. ഇനി അതിൻ്റെ തന്നെ നൗൺ എങ്ങനെയാണ് വരുന്നത്? ഡി സെസ്റ്റോറുങ് എന്ന് വെച്ചാൽ എന്താണ്? നശിപ്പിക്കുക, ഡിസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ രണ്ടിടത്തും ഇങ്ങനെ ആർട്ടിക്കിൾ വെച്ചിട്ട് ഡെർ ഷാഡൻ, അതിൻ്റെ വേർബ് ഷാഡനാണ്. ദി സെസ്റ്റോറും UNG ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡി ആണ് ഇതിൻ്റെ ആർട്ടിക്കിൾ, അതിൻ്റെ വേർബ് സെസ്റ്റോറൻ എന്നാണ്. ഓക്കെ, ഇനി ഗെഫേഡൻ എന്ന് വെച്ചാൽ എൻഡേഞ്ചർ ചെയ്യുക, അപകടത്തിൻ്റെ വക്കിൽ കൊണ്ടുവയ്ക്കുക. ഗെഫേഡൻ. ഡി ഗെഫേർ എന്ന് വെച്ചാൽ എന്താണ്? ഡേഞ്ചർ. ദാസ് റിസിക്കോ റിസ്ക് ആണ്. ബെഡ്രോവൻ എന്ന് വെച്ചാൽ എന്താണ്? ഉപദ്രവിക്കുക അല്ലെങ്കിൽ ടു ത്രെറ്റൻ. ബെഡ്രോവൻ. ഡി ബെഡ്രോങ് എന്ന് വെച്ചാൽ എന്താണ്? ത്രെറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ബെഡ്രോവനും ബെഡ്രോങ്ങും ഇവിടെ എന്താണ്? വേർബും നൗണും ആണ്. ഡീക്രീസർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്രൈസിസ്, ഒരു സിറ്റുവേഷൻ, ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഒരു ക്രൈസിസ് ആണ് ഡീക്രീസർ. ക്രിട്ടിഷ് എന്ന് വെച്ചാൽ എന്താണ്? ക്രിട്ടിക്കൽ. അപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ക്രിട്ടിഷ് എന്ന് പറയാം. ഇതൊക്കെ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, ഇംഗ്ലീഷിൽ നമുക്ക് അറിയുന്ന വാക്കുകളാണ്. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കാം കേട്ടോ. അലാമിയറൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അലാമിങ് ആയിട്ടുള്ളത്. ഡ്രാമാറ്റിക് ഡ്രാമ അല്ലേ. ഇനി ഇറിവേഴ്സിബിൾ എന്ന് വെച്ചാൽ എന്താണ്? തിരിച്ച് മാറ്റാൻ പറ്റാത്തത്, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളത്. ഈ പറഞ്ഞ വേർഡ്സ് എല്ലാം നമുക്ക് പ്രോബ്ലംസ് ആൻഡ് കോൺസിക്വൻസസ്. ഇപ്പം ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് അതുകൊണ്ട് സംഭവിച്ച വേറൊരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കാണിക്കാനായിട്ട്, ഫോർ എക്സാമ്പിൾ എൻവയൺമെൻറ്റ് പൊല്യൂഷൻ, അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രിക് എനർജി യൂസ് ചെയ്യണം, ന്യൂക്ലിയർ പവറിനെ പറ്റി പറയുമ്പോൾ അങ്ങനത്തെ ഓരോരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് കേട്ടോ ഇതെല്ലാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.